അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മൂന്നാർ സീരീസിലെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വട്ടവട നിൽക്കുകയാണ്. ഇതേ ഞാൻ താമസിച്ച റൂമിൻ്റെ അടുത്തു നിന്നുള്ള ചെറിയൊരു വ്യൂ ആണിത്. ഇത് ടൗണിനോട് ചേർന്ന് തന്നെയുള്ളൊരു റൂമാണ്. അപ്പം നമ്മുടെ ടൗണിൽ തന്നെ റൂമൊക്കെ കിട്ടാൻ ഇച്ചിരി പാടാണ്. എനിക്ക് ടൗണിനടുത്ത് തന്നെ ആയിരുന്നു നോക്കാൻ താല്പര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗണിൽ നമ്മൾ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാമല്ലോ. ഉള്ളിലോട്ടൊക്കെ ഒരുപാട് റൂമുകളൊക്കെ ഉണ്ട്. ഇതാണ് ഞാൻ താമസിച്ച ലോഡ്ജ്, മാതാ ലോഡ്ജ്. അതായത് നമ്മുടെ ടൗണിൽ നിന്ന് പഴത്തോട്ടൊക്കെ പോകുന്ന വഴിക്ക് ജസ്റ്റ് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ്. അവിടെ ഒരു ബാസ്കറ്റ്ബോൾ വോളിബോൾ കോർട്ടൊക്കെ ഉണ്ട്, അതിനോട് ചേർന്നാണ്. അപ്പോൾ ഈ ലോഡ്ജ് നോട്ട് ചെയ്ത് വെച്ചു, കാരണം ഇപ്പോൾ ടൗണിലൊക്കെ നിൽക്കാൻ താല്പര്യമുള്ളവർക്ക് ഉപകാരപ്പെടും. പിന്നെ അതേ ഈ ലോഡ്ജിന് നേരെ ഫ്രണ്ടിൽ കാണുന്നതാണ്. ഇവിടെ 2-3 പേരമരമൊക്കെ നിൽപ്പുണ്ട്. ഒരുപാട് പേരക്കകളൊക്കെ ഉണ്ട്. ഞാൻ ആദ്യമാണ് ഇത്രയും ഇങ്ങനെ പേരക്കയൊക്കെ നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ നമ്മുടെ മൂന്നാർ സീരീസിലെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോഴത്തേക്ക് നിങ്ങൾ ആ റൂം ഒന്ന് പോയി കണ്ടിട്ട് വാ. അപ്പോൾ ഇതാണ് ഞാൻ അടുത്ത റൂം. ഒരു അത്യാവശ്യം നല്ല സ്പേസുള്ള റൂമാണ്, ഉണ്ടല്ലേ. പിന്നെ സീസൺ അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ പാർക്ക് ചെയ്യാൻ ടൗണിനടുത്ത് തന്നെയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടി. പിന്നെ അതെ ബാത്റൂമൊക്കെ നല്ല ബാത്റൂമാണ്, ചൂടുകളൊക്കെ ഉണ്ട്. പിന്നെ മോറോറ് എന്നെ അട്രാക്ട് ചെയ്ത് ഇവിടെ ഫ്രീ വൈഫൈ ഉണ്ട്. പിന്നെ എന്ത് വേണം. അപ്പോൾ ഈ റൂം ഒന്ന് ചെക്ക് ചെയ്ത്, കാരണം ടൗണിലൊക്കെ ഇച്ചിരി റൂം കിട്ടാൻ പാടാണ്. അങ്ങനെ ഞാൻ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. ഇപ്പം ഞാൻ പോകുന്ന ഡയറക്ഷൻ വെച്ച് കഴിഞ്ഞാൽ പഴത്തോട്ടം ചിലന്തിയ ഡാം. ഈ ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ സ്പോട്ടുകളെല്ലാം കവർ ചെയ്ത് ഒരു റൗണ്ട് ഒരു സർക്കിൾ പോലെയാണ് കറങ്ങി നമുക്ക് വീണ്ടും വട്ടവട ടൗണിൽ തന്നെ വരാൻ പറ്റും. ഈ റൂട്ടിലല്ല തിരിച്ചു വരുന്നത്, വേറെ അപ്പുറം വഴി കറങ്ങി അപ്പുറത്ത് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് ഇൻ ബിറ്റ്വീനുള്ള കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ആദ്യമുള്ളത് സ്ട്രോബെറി തോട്ടമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേരെ സ്ട്രോബെറി തോട്ടത്തിലോട്ട് പോകാം. ഇപ്പോൾ സമയം ഒരു 9:30 രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ തണുപ്പ് ഇന്നലെ അല്ല, എനിക്കൊന്ന് ഇപ്പോൾ പോയ സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ തണുപ്പുള്ളത് വട്ടവടയിലുണ്ട്. ഈ കാഴ്ച നോക്കിയാൽ മൊത്തം കൃഷിയാണ്. അപ്പോൾ നമുക്ക് നേരെ സ്ട്രോബെറി തോട്ടത്തിലോട്ട് പോകാം. നമ്മൾ ജസ്റ്റ് താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലായിട്ട് വട്ടവട വില്ലേജ് ഓഫീസ് കാണാം. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് പാസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു വളവിൻ്റെ അവിടെ ലെഫ്റ്റിലോട്ട് ചെറിയൊരു ഇടവഴി പോലുണ്ട്. ഈ കുറച്ച് കയറുമ്പോഴത്തേക്കും ഓർഗാനിക് സ്ട്രോബെറി ഫാം വട്ടവട എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ കാണാം. ബൈക്ക് ഇങ്ങോട്ട് ഇല്ല, ബൈക്ക് ഇവിടം വരെ ഉള്ളൂ. ഇതേ നമ്മുടെ കൊമ്പനെ അവിടെ നിർത്തി. ഇതിൽ കയറ്റം ഇവിടെ ഇതല്ലേ? ഓ ഇതാണ് സ്ട്രോബെറി ഫാം, ഓർഗാനിക് സ്ട്രോബെറി ഫാം. കുറച്ച് കയറിയാൽ മതി. ഇത് ഈ ഒരു വിഷ്വൽ നോക്കിയേ, കെ ജയരാജ് ഓർഗാനിക് സ്ട്രോബെറി ഫാം, സ്ട്രോബെറി ഫ്രൂട്ട്സ്, ഹോംമെയ്ഡ് സ്ട്രോബെറി ജാം, ഓർഗാനിക് വെജിറ്റബിൾസ്, ഓർഗാനിക് സീഡ്, ഓർഗാനിക് ഫ്ലവേഴ്സ്. ശരി, ഇതെല്ലാം ഇതാണ് പട്ടാണി. ഓ ബീൻസ്, പച്ചപ്പട്ടാണി. ഇത് പച്ചപ്പട്ടാണി തന്നെ. ഓക്കെ, ഇത് വെണ്ടയ്ക്കയാണ്. അല്ല ഇത് ഓ സൂര്യകാന്തി പൂവാണല്ലേ, സോറി. ക്യാരറ്റിൻ്റെ ഇതൊക്കെ ഇപ്പം നട്ടതേ ഉള്ളല്ലേ. ഇത് സ്ട്രോബെറി നമ്മൾ അപ്പുറത്ത് കണ്ടല്ലോ. പഴുത്തയില്ലേ ചേട്ടാ? ഇവിടെ നോക്കി നല്ല അടിപൊളി കാഴ്ചയല്ലേ. അങ്ങൊക്കെ മുകളിൽ കോട ഇറങ്ങിയൊക്കെയുണ്ട്. നമ്മൾ ഇന്നലെ കയറിയ ഫാമിൻ്റെ അകത്ത് സ്ട്രോബെറിയുടെ പൂവൊന്നും കണ്ടില്ലായിരുന്നു. ഇതാണ് സ്ട്രോബെറിയുടെ പൂവ്. സ്ട്രോബെറി ഇതൊക്കെ പഴുത്ത, പക്ഷേ പഴുത്തത് കുറവാണ്. ഇതിപ്പോൾ സീസൺ ആയി വരുന്നേ ഉള്ളൂ. സീസൺ എന്ന് പറയുമ്പോഴത്തേക്കും ജനുവരിയിലൊക്കെയാണെന്നാണ് പറഞ്ഞത്. അതാണ് നമ്മളിപ്പോൾ അധികം ഇല്ലാത്തത്. ഇപ്പം അടുത്ത മാസമായിട്ട് കാണും. ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ 3 മാസമാണ്. ഒരു ഒക്ടോബറൊക്കെ ആകുമ്പോൾ നടുമ്പോഴത്തേക്കും ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും സാധനം കിട്ടുമെന്ന്. പിന്നെ ഒരു 6 മാസത്തേക്ക് ഇതിൽ നിന്ന് തന്നെ ഇതുണ്ട്. അതുകൊണ്ടാണ് കുറവ്. പിന്നെ വേറൊരു പ്രശ്നം പറഞ്ഞതെന്ന് വെച്ചാൽ മഴയൊക്കെ ആണെങ്കിൽ പ്രശ്നമാണ്. മഴയുണ്ടെങ്കിൽ ഒന്നും കിട്ടത്തില്ല. നമുക്ക് എന്തായാലും കുറച്ച് മേടിക്കണം. എനിക്ക് കുഞ്ഞിന് മേടിക്കണം. നമ്മുടെ യാത്ര എന്തായാലും മറ്റന്നാളെ അവസാനിക്കത്തുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞ് മറ്റന്നാളത്തേക്ക് പറ്റുന്ന രീതിയിലുള്ള സ്ട്രോബെറി ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് മീഡിയം പഴുപ്പുള്ളത് എടുക്കാം എന്ന് പറഞ്ഞു. 1/4 കിലോ 150 രൂപ. പക്ഷെ എല്ലാം ഒരു ചെറിയ ടൈപ്പാണ്. ഇനി ജനുവരിക്ക് ആകുമെന്ന് തോന്നുന്നു നല്ല പഴുത്തതൊക്കെ കിട്ടാൻ.
ഒരെണ്ണം പറിച്ച് തിന്ന് നോക്കട്ടെ. നമ്മൾ ഇന്നലെ കഴിച്ചാൽ അതേപോലെ ടേസ്റ്റ് ഉണ്ടോയെന്ന്. ഞാൻ അതേ ഒരെണ്ണം പറിച്ചൊന്ന് കഴിച്ച് നോക്കട്ടെ. അപ്പോൾ ഇത് പ്രശ്നം വെച്ചാൽ ഇത് ഫ്രൂട്ട്സും ഫ്രൂട്ട്സ് അല്ലേ, വെജിറ്റബിൾസും നമ്മുടെ സ്ട്രോബെറിയാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ മെയിൻ കൃഷി. പക്ഷേ വെജിറ്റബിൾസ് എല്ലാം നട്ടതേ ഉള്ളൂ. അതൊക്കെ ചിലതൊക്കെ നട്ടതേ ഉള്ളൂ. എല്ലാം ഈ ഓണം ബേസ് ചെയ്താണ് നടുന്നത്. അതുകൊണ്ടാണ് വെജിറ്റബിൾസും ഒക്കെ അപ്പുറത്തേക്ക് ക്യാരറ്റാണ്, പക്ഷേ അതൊന്നും എല്ലാം നട്ടതേ ഉള്ളൂ. ഇതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്ട്രോബെറി. ഇത് ബ്ലാക്ക്ബെറി അല്ലേ? ഓ, ഇത് ബ്ലാക്ക്ബെറി കുറേ ഉണ്ടല്ലോ. ഇതിൻ്റെ സീസൺ എപ്പോഴാണ്? തുടങ്ങിയല്ലേ? ഇതെങ്ങനെ കാക്കിലോ? 100 ഗ്രാം 100. എനിക്കൊരു 100 ഗ്രാം വേണം. ആ, ഇവിടെ വന്നിട്ട് ഇത് കഴിക്കുക അല്ല മേടിക്കാതെ പോകുന്ന മോശമല്ലേ? ഇതൊരു മീഡിയം ടൈപ്പ്. ആ, മീഡിയം പഴുപ്പേ പോയില്ലല്ലേ? ആ, ഓക്കെ. ഇതിൻ്റെ സീസണും ഡിസംബർ തൊട്ടല്ലേ? ഡിസംബർ തൊട്ട് മഴ ഇപ്പം പ്രശ്നമാണ്. ഈ പൂവുള്ള കാണുന്നില്ലേ, ഇത് ഗ്രീൻ പീസാണ്. നമ്മൾ ഇറങ്ങി വന്നപ്പോൾ കണ്ടായിരുന്നു, അതവിടെ ചെറുത് നട്ടതേ ഉള്ളായിരുന്നു. ഇതിപ്പം ഇത് വിളഞ്ഞാ ചേട്ടാ? ഇല്ലല്ലേ, വിളഞ്ഞിട്ടില്ല. അപ്പോൾ മഴയാണ് ഇവരുടെ ഒരു മെയിൻ പ്രശ്നം തന്നെ. മഴയില്ലെങ്കിൽ നല്ല പോലെ ഉണ്ടാവും. ഇത് പിന്നെ 2 ദിവസമൊക്കെ ഇരുന്നാലും വലിയ സ്ട്രോബെറി വല്ല കുഴപ്പമില്ല. ഇത് പഴുത്താണെങ്കിൽ കൊണ്ടുവന്നതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ. ഇവിടെ എല്ലാം ഇപ്പോൾ ഞാൻ കഴിച്ചാൽ ഇതിന് ചെറിയൊരു പുളിപ്പാണ്. സ്ട്രോബെറി പക്ഷേ നല്ല മധുരമുണ്ട്. ഈ ബ്ലാക്ക്ബെറിക്ക് ഇതുണ്ട്, അത് ഇതിന് മുള്ള് നോക്കിയാൽ നല്ല നമ്മുടെ റോസാപ്പൂവിൻ്റെയൊക്കെ പോലുള്ള നല്ല ഷാർപ്പായിട്ടുള്ള മുള്ള്. ഇതിനൊക്കെ നടന്ന് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ദേഹത്ത് മുട്ടുന്നുണ്ട്. ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ കണ്ട വേറൊരു സാധനമാണ്. ഞാൻ ആദ്യം ദൂരെ നിന്നപ്പോൾ ഓറഞ്ച് എന്ന് തോന്നി. ചേട്ടാ ഇതെന്തോ സാധനം? ഓഹോ, ഇത് കഴിക്കുന്ന ഫ്രൂട്ടൊന്നും അല്ലല്ലേ? ഓ, ഇതിനെന്നെ പേരെന്നെ? ഓ, ക്രിസ്മസിനൊക്കെ ഇതിൻ്റെ അകത്ത് ബൾബിട്ട് വെച്ചിരുന്നാൽ മതിയല്ലേ? കറക്റ്റ് ശരിയാട്ടെ, ബലൂൺ പോലെ ഇതുണ്ട്. സ്ക്യൂസ് ചെയ്യുന്നത് ഉള്ള നല്ല രസം. ദൂരെ നിന്ന് കഴിഞ്ഞാൽ ഓറഞ്ച് പോലെ ആവും. ഇതെല്ലാം ഇത് സ്ട്രോബെറി ജാമാണ്. സ്ട്രോബെറി വൈനുണ്ട്. ഇതൊരു ഹോം മെയ്ഡ് ആണല്ലേ? ഓ, സ്ട്രോബെറി വൈൻ അടിപൊളി. ഇതെങ്ങനെ ഈ ജാമിൻ്റെ വില? ജാം 100 രൂപ. ഇത് വൈന് 300. ഓ, ഇതിവിടുത്തെ സീഡ്സൊക്കെ നമുക്ക് മേടിച്ചോണ്ട് പോകല്ലേ? എനിക്കൊരു ജാം കൂടി തന്നേരാം. ഇതെന്ത് ഫ്രൂട്ടാണ്? ഓ, ഇത് പാഷൻ ഫ്രൂട്ടാണല്ലേ? ആ, നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും വ്യത്യാസമുണ്ട് കാണാം. ഇതെങ്ങനെ കിലോ? അല്ല, ഇത് കിലോ. ആ, അത് പറഞ്ഞു കൊടുക്കും. ആ, ഇത് ഈ ഒരു കളറാണല്ലേ എൻ്റെ? പഞ്ചസാരയുടെ ആവശ്യം പറ്റില്ലെന്നാണ് ചേട്ടൻ പറയുന്നത്. നോക്കട്ടെ. ശരിയാട്ടോ, നല്ല മധുരം, കൊള്ളാം. ഇതെല്ലാം ഓർഗാനിക്കാണ്. അതുകൊണ്ട് ഞാൻ മേടിച്ചുകൊണ്ട് പോകുന്നൊക്കെ വേണം. എന്നാലും ഞാൻ സ്ട്രോബെറി, പാഷൻ ഫ്രൂട്ട്, പിന്നെ ഒരു ജാം, ഇത്രയും മേടിച്ചിട്ടുണ്ട്. എല്ലാം കൂടി 510-500 രൂപ ആയി. അപ്പം എന്ത് അത് ഞാൻ കണ്ടായിരുന്നു. ആ. അപ്പോൾ വെജിറ്റബിൾസൊക്കെ മേടിക്കാൻ പറ്റുന്നവർ വേണേൽ ഓണം സമയത്ത് നോക്കി വന്നാലേ. ഇവിടുത്തെ മെയിൻ വെളുത്തുള്ളി ഭയങ്കര ഇതല്ലേ? വെളുത്തുള്ളി ഇല്ലല്ലേ? ഞാൻ കുറച്ച് വെളുത്തുള്ളിയും അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറി മേടിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. ഈ സൂര്യകാന്തി ഇവിടെ തോട്ടം പോലെ ഉണ്ടോ? വെക്കുന്നേ ഉള്ളൂ, അല്ലാതെ തോട്ടമായിട്ടൊന്നും ഇല്ലല്ലേ? ഓക്കെ, ശരി കേട്ടോ. അപ്പം താങ്ക്സ്. അപ്പോൾ ഞാൻ സ്ട്രോബെറി തോട്ടത്തിൽ നിന്ന് ഇറങ്ങി ഞാൻ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. ഇതുപോലെ ചെറിയ വഴിയിലാണ് കയറി പോകുന്നത്. കാറും ജീപ്പൊന്നും പോകത്തില്ല. പിന്നെ ഇവിടുന്ന് റൈറ്റ് കണ്ട ഈ റോഡ് വഴിയാണ് നമ്മൾ വന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് കയറിയാൽ മതി. ഇനി നമ്മൾ പോകേണ്ടത് ഇവിടുന്ന് സ്ട്രെയിറ്റാണ്. കാറും ജീപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർ എന്തായാലും വരത്തില്ല. ടൗണിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ജീപ്പ് ഹയർ ചെയ്യാന്നുള്ളതല്ലാതെ വേറെ ഓപ്ഷനില്ല. കാരണം ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. ഇനി അവരെ ഉദ്ദേശിച്ച ജീപ്പുകാരെ ഉദ്ദേശിച്ച റോഡ് ശരിയാക്കാത്തതാണോ എന്ന് അറിയത്തില്ല കേട്ടോ. എന്നാലും റോഡ് ഭയങ്കര മോശം.
പിന്നെ അങ്ങോട്ടാണെങ്കിൽ ഇപ്പോൾ സ്ട്രോബെറി ഫാമിലോട്ട് ബൈക്കൊക്കെ കയറി പോകും. അത് കുറച്ചൊന്ന് കയറിയാൽ മതി. ഞാനിപ്പം പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോബെറിയും ബ്ലാക്ക്ബെറിയാണ്. അത് മറ്റന്നാളൊരു സ്ട്രോബെറി മറ്റന്നാളൊരു ഇരിക്കുന്നു തോന്നുന്നു. കാരണം അത്ര ഇത് ചെറിയൊരു നല്ല പഴുത്തതല്ല, അപ്പം കുഴപ്പമില്ല. പക്ഷേ ബ്ലാക്ക്ബെറി എന്താണ് ഇച്ചിരി ഭയങ്കര സോഫ്റ്റ് ആകും. അപ്പോൾ അതിന് ബാഗിൻ്റെ അകത്ത് തന്നെ ചള്ളി പോകുന്നില്ല. ഇപ്പോൾ ബാഗിൻ്റെ അകത്താണെങ്കിൽ പാഷൻ ഫ്രൂട്ട് ഉണ്ട്. പാഷൻ ഫ്രൂട്ട് അത്യാവശ്യം നല്ല സൈസുണ്ട്. 1 കിലോ ഉള്ളെങ്കിൽ നല്ലൊരു സ്പേസ് വേണം. പിന്നെ പേരയ്ക്കയും കുറച്ചുണ്ട്. പേരയ്ക്ക കുറച്ചിട്ട് നമ്മളിപ്പോൾ താമസിച്ച ആ ലോഡ്ജില്ലേ, അവിടെ അതിൻ്റെ താഴെയായിട്ട് പക്ഷേ ആ കോമ്പൗണ്ടിൽ തന്നെ 3-4 പേരമ്പരം നിൽപ്പുണ്ട്. അതിനകത്തൊക്കെ നിറച്ച് പേര പഴുത്തത്. അതൊക്കെ എല്ലാം താഴെ വീണ് പോകുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ഇപ്പോൾ പേരയ്ക്ക വേണമെന്ന് ചോദിച്ചിട്ട് മേടിക്കുന്നത്. കാരണം ഞാൻ നമ്മുടെ ഹോം സ്റ്റേ അവിടുന്ന് ഞാൻ കുറച്ച് പേരയ്ക്ക പറിച്ചിട്ടുണ്ട്. എന്തായാലും അത് താഴെ വീണ് പോകും. അപ്പോൾ ഞാൻ കുറച്ചങ്ങ് പറിച്ചെടുക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ അപ്പുറത്താണ് ചെലന്തിയാർ വാട്ടർഫോൾസ്. നമ്മൾ അങ്ങോട്ട് ലക്ഷ്യമാക്കി പോവുകയാണ്. ഞാൻ ആ വഴി റോഡ് ഭയങ്കര മോശമാണ്. ഓടിച്ച് കുറച്ച് വന്നപ്പോഴത്തേക്കും ഇവിടെ ചെറിയൊരു ടീ സ്റ്റോളുണ്ട്. അപ്പോൾ ഒരു ചായ കുടിക്കാൻ വിചാരിച്ച്. പിന്നെ മാഗി ഉണ്ടെന്ന്. അപ്പോൾ ഒരു മാഗിയും ഞാൻ ഓർഡർ ചെയ്തു. അപ്പോൾ ഓർഡർ ചെയ്തിട്ട് നോക്കിയപ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത്. ഇത് കണ്ട, ഇത് ഞാൻ ഇന്നലെ കേട്ടിട്ട് ഇവിടെ കൊട്ടാക്കമ്പൂർ എന്ന് പറയുന്ന വാട്ടർഫോൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് നമ്മുടെ ടൗണിൻ്റെ അവിടുന്ന് നമ്മുടെ രക്തസാക്ഷി അഭിമന്യു ഇല്ലേ, അഭിമന്യുവിൻ്റെ വീട്ടിലോട്ട് പോകുന്ന ആ വഴി കുറച്ച് ഉള്ളിലോട്ട് പോകണം. അത് ഒരു ഡെഡ് എൻഡും കണ്ടാന്ന്. അവിടെ ഒരു ഗ്രാമമുണ്ട്. അപ്പോൾ ആ ഗ്രാമത്തിൽ അങ്ങോട്ട് പോകാം. പക്ഷെ നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ പോവുകയാണെങ്കിൽ അവിടെ ചെന്നാൽ സത്യം പറഞ്ഞാൽ കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. കാരണം അത് കുറേ താഴോട്ടിറങ്ങണം. എനിക്കൊന്ന് അവിടെ ഒരു വഴി കാണാം. അതിൻ്റെ റൈറ്റ് സൈഡിലൊരു വഴി കണ്ട് ആ വഴി വന്നിട്ട് അത് താഴോട്ട് കണ്ട് ഇറങ്ങണമെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ നോക്കിയേ നല്ല ഉഗ്രം പൊളി വ്യൂ. അതുകൊണ്ട് ഇവിടെ ഈ ചായ കണ്ടി നിർത്താൻ തോന്നി എൻ്റെ ഒരു ഭാഗ്യം. ഇല്ലെങ്കിൽ ഞാനിത് ശരിക്കും കാണത്തില്ലായിരുന്നു. ഇത് ആ കാണുന്നതാണ് കൊട്ടാക്കമ്പൂർ വില്ലേജ്. അതിനങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കടവരി അതിൻ്റെ മുകളിലല്ലേ, മലക്കപ്പുറം അവിടം വരെ. അത് ഈ വട്ടവടയുടെ അല്ല, വട്ടവട നമുക്ക് പോകാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മൾ വട്ടവട പഞ്ചായത്തിനെ കറങ്ങാം. ആഹാ, അങ്ങനെ വന്നിട്ട് അവിടെ വന്നിട്ട് താഴെ വരെ പോകാം. താഴെ വരെ പോകാം, പ്രശ്നമില്ല. ആണ് നിങ്ങൾ ആ മുകളിൽ കയറാൻ പറ്റത്തില്ല. കടവരെ പറ്റത്തില്ല. പറ്റത്തില്ല. പറ്റും, നമ്മളെ മാതിരി ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോകും. ആ ഓക്കെ. അപ്പോൾ ഈ വട്ടവടയ്ക്ക് ഈ കടവര് കൊട്ടാക്കമ്പൂർ, കോവിലൂർ, കൊട്ടാക്കമ്പൂർ ആ വഴിക്ക് പോയാൽ തട്ടാമ്പാറ അങ്ങനെ പോകാം. ആഹാ, തട്ടാമ്പാറ അതിൻ്റെ മുകളിൽ പോയാൽ കടവരി. തട്ടാമ്പാറ വരെ നമുക്ക് പോകാൻ പറ്റും. ആ ഓക്കെ ഓക്കെ. അതിൻ്റെ ശരി, പോയിട്ട് വന്നിട്ട് നമ്മൾ പേസുவோம். അതിൻ്റെ മുകളിൽ പോയാൽ കടവരി അപ്പുറം പോയാൽ കിളാവറ, മണ്ണമുണ്ടൂർ, കവഞ്ചി, കൊടൈക്കനാൽ. നമുക്ക് എളുപ്പത്തിന് പോകാം. നമുക്കാർക്കും പോകാൻ പറ്റത്തില്ല. നമ്മൾ പോകാം. അല്ല, നിങ്ങൾക്ക് പോകാൻ പറ്റും, ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. പോകാം, നടന്നു പോകാം. നടന്നു പോകണമെങ്കിൽ ഇപ്പം അവിടെ അതേ തെളിച്ചിട്ടേക്കുന്നില്ലേ, അതേ മുകളിൽ കണ്ടോ, അതേ ഒരു സെറ്റ് കാണുന്നുണ്ടോ? ഫോറസ്റ്റ് കണ്ടോ? ഏത് മുകളിലാണ്? മുകളിലത്തെ ആ മലയിലെ ഒരു പച്ച തെളിച്ചിട്ടേക്കുന്നത്. നമ്മൾ അതിലേ പോകുന്നത്. പോകുമ്പോൾ അവർ പിടിക്കും. ജസ്റ്റ് വിടാൻ പറ്റത്തില്ല. ജസ്റ്റ് കൂടുതൽ സാക്ഷി കാണും. എന്തെങ്കിലും ഒരു അവസ്ഥനെ പറ്റിയ ഫോറസ്റ്റ് ഉത്തരവാദിത്വം. അപ്പം നമ്മളാണെങ്കിൽ കുഴപ്പമില്ല. ഈ നാട്ടുകാർ നമ്മൾ എല്ലാവർക്കും പോകാം. അതെ, ഞങ്ങൾ വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ പോകാൻ പറ്റും. അങ്ങനെ പോകാം. അങ്ങനെ ഓർഡർ ചെയ്ത നൂഡിൽസും ചായയും വന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ വരുമ്പോൾ നൂഡിൽസ് കഴിക്കണമെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു സ്റ്റോപ്പ് കിട്ടിയപ്പോഴത്തേക്ക് ഒരു സ്പോട്ടായിരുന്നു, അതുകൊണ്ട് മേടിച്ചത്. പിന്നെ ഇത് കഴിച്ചിട്ട് നമുക്ക് യാത്ര തുടരാം. ഇപ്പം വന്ന വണ്ടികളാണ് ഒരു 5-6 ജീപ്പുകൾ വന്ന് ആ സ്പോട്ടിൽ ഇപ്പം നിർത്തി. എൻ്റെ ഒരു ഭാഗ്യം, ഞാനെന്തായാലും നമ്മൾ ആ ചേട്ടനോട് സംസാരിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർ വന്നു. അവർ ഒരു 5-6 ജീപ്പിൻ്റെ 4 ജീപ്പ് കുറേ ചെറുപ്പക്കാർ മാത്രമല്ല, എല്ലാവരും ഉണ്ട്, ഫാമിലിയൊക്കെ ഉള്ളവരെ. കുറേ ജീപ്പിൽ വന്നവർ എല്ലാവരും ഒരുമിച്ച് വന്നാണ്. പക്ഷേ ഒരേ സ്ഥലത്തൊന്നും ആയിരിക്കത്തില്ല. കുറേ പേര് ഭയങ്കര പാട്ടും ബഹളവും അവിടെ ഡാൻസ് കളിയൊക്കെ ആയിട്ട് ഭയങ്കര ബഹളം. എന്തായാലും ഭാഗ്യത്തിന് അവർ വരുന്നതിനും മുമ്പ് എനിക്ക് അവിടെ വരാൻ പറ്റും. അതുകൊണ്ട് അവിടെ ചേട്ടനോട് സംസാരിക്കാൻ, ആ കാഴ്ചകൾ വ്യക്തമായിട്ട് ഷൂട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനി ഒരു 2 കിലോമീറ്റർ കൂടെ ഉണ്ട് ചിലന്തിയാർ വാട്ടർഫോൾസ്. റോഡ് ഒട്ടും ഭയങ്കര മോശമായിട്ടോ. എന്നോട് ആ ലോഡ്ജിലെ ചേട്ടൻ പറഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ബെറ്റർ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. അവിടുന്ന് ആ റോഡ് മോശമായിട്ടാണ് വീഡിയോ ഒന്നും ഓൺ ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് ഫ്രണ്ടിലോട്ട് കയറുമ്പോഴത്തേക്ക് ചെറിയൊരു കയറ്റമുണ്ട്. കയറ്റം കയറുമ്പോൾ റോഡ് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും, ഒരു വൈ ഷേപ്പ് പോലെ. അത് റൈറ്റിലോട്ടാണ് നമുക്ക് ചിലന്തിയാർ വാട്ടർഫോൾസിലേക്ക് പോകേണ്ടത്. ഇപ്പോൾ ഞാനിപ്പോൾ റൈറ്റ് എടുത്തതാണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഗാന്ധിജിയുടെ പ്രതിമയൊക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്തൊരു
ഒരു ബിൽഡിങ്ങും ഒരു ചെറിയൊരു ബിൽഡിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ റൈറ്റ് എടുത്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. താഴോട്ട് കോട ഇവിടെ നോക്കി കാണാൻ പറ്റും. അങ്ങനെയൊക്കെ ആയിട്ട് താഴെ ഇട്ടിട്ട് നോക്കട്ടെ കാണിക്കാൻ പറ്റുമോ. ഇവിടെ ഇങ്ങോട്ട് ഞാൻ ആദ്യം ഓർത്തന്നെ ഇങ്ങോട്ട് ഫോറസ്റ്റ് ഏരിയ പോലെ വിജനമായിട്ടുള്ളതൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് ഒരു വർക്ക്ഷോപ്പ്, ഞാൻ വരുന്ന വഴിക്ക് അപ്പുറത്തൊരു ചെറിയൊരു വർക്ക്ഷോപ്പ് പോലെ കണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം വീടുകളും 2-3 കടകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്കതൊരു ഇതുണ്ടായിരുന്നു. ഞാൻ ആ ലോഡ്ജിൽ ചോദിച്ചു വിജനമായ ഏരിയ ആണോ, പ്രശ്നമുണ്ടോ എന്നൊക്കെ. പക്ഷേ ഈ വട്ടവടയിൽ ആനയില്ല. പിന്നെ കാട്ടുപോത്തൊക്കെ ഉണ്ട്. കാട്ടുപോത്തൊന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആനയില്ലെന്ന് പറഞ്ഞു. ആനയെ നമ്മൾ തിരിച്ച് മൂന്നാർക്ക് പോകുന്ന വഴിക്ക് അവിടെയൊക്കെ ഉണ്ട്. പുലിയും കടുവ ഏതാണ്ടൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത് കണ്ട നല്ല രസമില്ലേ. ഇത് 2 പാറയാണ്. ഇതെന്ന് വെച്ചാൽ കറക്റ്റ് തന്നെ ഒരു പാർക്കിംഗ് ഏരിയയാണ് ചിലന്തിയാർ വാട്ടർഫാൾസിൻ്റെ. വണ്ടി വിട്ടിട്ട് ഒരു ജീപ്പ് ഉണ്ടായിരുന്നു, അതിപ്പോൾ പോയി. ഇതിപ്പോൾ മിക്കവാറും ഞാൻ അവിടെ വെച്ച് കണ്ട കുറേ ജീപ്പുകളില്ലേ, മിക്കവാറും ഇങ്ങോട്ട് വരും. ചെറിയൊരു സ്പേസ് ഏരിയയാണ്. പക്ഷേ ഇവിടെയും പാർക്കിംഗ് ഫീസുണ്ട്. ബൈക്കിന് 10 രൂപ, 3 വീലറിന് 20, 30, 50, ട്രാവലറിന് 50. ട്രാവലറൊക്കെ വരുന്നതാണല്ലോ. അത്യാവശ്യം ഇങ്ങോട്ട് നല്ല വരവുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു കടയുണ്ട്. ചേട്ടാ ഇത് താഴോട്ടില്ല ഇറങ്ങിപ്പോണ്ടേ? ആ റൈറ്റല്ലേ? നടക്കാനുണ്ടോ കുറച്ചുണ്ടല്ലേ? എന്തോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. ഇത് ഇച്ചിരി നടക്കാനുണ്ടെന്നാണ് പറഞ്ഞ്. എനിക്ക് അവിടെ ആയിരിക്കും പാർക്കിംഗ് കൊടുക്കേണ്ടത്. അപ്പോൾ അവരും ചോദിച്ചില്ല. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് പോയിട്ട് പിന്നെ ലെഫ്റ്റ്. പിന്നെ ഇങ്ങോട്ട് വന്നതേ ഗാന്ധിജിയുടെ അവിടെ നിന്ന് അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഒരു 2-3 കിലോമീറ്ററോളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. റോഡിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഇടയ്ക്കൊരു കുറച്ച് ഭാഗത്തായിട്ട് മാത്രം ഒരു കോൺക്രീറ്റ് ചെയ്തുണ്ടായിരുന്നു. അത് പക്ഷേ കുറച്ചേ ഉള്ളായിരുന്നു. ഞാനത് അത് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വരുന്നതിന് ജീപ്പ് ഹയർ ചെയ്താണ് ഏറ്റവും നല്ലത്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയായിട്ടൊക്കെ ആളുകളൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാനിപ്പം വന്നപ്പോൾ ഒരു ഫോർച്യൂണർ പോകുന്നുണ്ട്. പക്ഷേ മാക്സിമം നമ്മുടെ വണ്ടി റിസ്ക് എടുക്കാതിരിക്കുന്നത് നല്ലത്. നമുക്കൊന്നത് വഴിയും പരിചയമില്ല. പിന്നെ മൊത്തം ഓഫ് റോഡ് ഇതൊക്കെയാണ്. പിന്നെ ഇവിടെ ഏലക്കൃഷിയാണ്. നമുക്കത് ഇവിടെ നിന്ന് നല്ലതുപോലെ സൗണ്ട് കേൾക്കാം. കണ്ടേ താഴെ നോക്കി കണ്ടേ, നല്ല അടിപൊളിയായിട്ട് സൗണ്ടൊക്കെ കേൾക്കാം. ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് പിന്നെ ലെഫ്റ്റ് കയറണമെന്നാണ്. ഇവിടെ എത്തിയപ്പോൾ വഴി ഒന്ന് 2ആയിട്ട് തിരിഞ്ഞ് സ്ട്രെയിറ്റ് ഒരു വഴി കാണുന്നത്, ലെഫ്റ്റ് താഴെ. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ലെഫ്റ്റ് കയറാനായിരിക്കും. പക്ഷെ അതും അങ്ങോട്ട് കണ്ടിട്ട് ലെഫ്റ്റ് എങ്ങാണ്ടാണെന്ന് തോന്നുന്നല്ലേ. നമുക്കതിൽ ഇവിടെ എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നതും ആ വെള്ളം നമ്മളിപ്പോൾ കണ്ടതുമെല്ലാം ഈ ഭാഗത്താണ്. അപ്പോൾ ഇതിലേ നമുക്ക് താഴോട്ടിറങ്ങാം. ശ്രദ്ധിച്ചിറങ്ങണം. ചെറിയൊരു തെന്നലെന്ന് പറയാൻ ചെറുതായിട്ടുണ്ട്. ഒന്നാ കണ്ടില്ല, ഇത് നല്ലതുപോലെ ചെളി ഇതായിട്ട് കിടക്കുകയാണ്. മഴയൊക്കെ പെയ്ത് കിടക്കുകയാണ്, നല്ല തെന്നലായിരിക്കും. പക്ഷെ ഇപ്പോഴും ചെറിയായിട്ടൊക്കെ സ്ലിപ്പാവുന്നുണ്ട്. ശ്രദ്ധിച്ചിറങ്ങിയാൽ മതി. ഞാൻ എന്തായാലും വീഡിയോ ഓഫ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഞാൻ ഫോണുമായിട്ട് ചിലപ്പോൾ താഴെ എത്തും തെന്നി. നമ്മളാ മുകളിൽ നിന്ന് കണ്ടത് ഈ കാണുന്നതാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടാണ്. ഇവിടെ ആളുകൾക്ക് ഇറങ്ങി കുളിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് കേട്ടോ. അത് കണ്ടോ, അവിടെ അത്യാവശ്യം സേഫാണ് ആ ഒരു ഭാഗം. പക്ഷേ ഒറ്റ മനുഷ്യനെ കണ്ടില്ല. മിക്കവാറും ആ ജീപ്പിലുള്ളവരെല്ലാവരും വന്നു കഴിഞ്ഞാൽ അവരാണ് എല്ലാവരും ഹൈപ്പറായിട്ട് നിൽക്കുക. വന്നു കഴിഞ്ഞാൽ ഇവിടെ മിക്കവാറും ഇറങ്ങി കുളിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടിപൊളിയല്ലേ? ആളുകളൊക്കെ ഇതിലെ അങ്ങോട്ടൊക്കെ നടന്നു പോകാനുള്ള വഴിയുണ്ട്. അങ്ങോട്ട് പോവാം. ഞാൻ അങ്ങോട്ടും ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടെ. ഇതാ നമ്മളെ താഴേന്ന് കണ്ട പാറ. ആ പാറ നോക്കി, ആളുകൾക്ക് നിൽക്കാനുള്ളൊരു സ്പേസ് കണ്ടില്ലേ? ശ്രദ്ധിച്ച് നടന്ന് പോകണം. ഇതാണ് ആ പാറ. സൂപ്പറല്ലേ? ഓ, ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ. നല്ലൊരു എന്താ പറയുക, ഒരു വ്യൂ പോയിൻ്റ് പോലെ. ഓ, അവിടെ നല്ല ഇടിച്ചുകുത്തി വെള്ളം വരുന്ന നോക്കി. എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ആളുകൾ അധികമില്ല. ഞാനത് ഭാഗ്യമെന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഉണ്ടായിരുന്നെങ്കിൽ ഈ ഏരിയ ഒക്കെ ആളുകൾ ഒക്കുപ്പൈ ചെയ്തേനെ. ഇവിടെ കണ്ട, ഇവിടെ സുഖമായിട്ടിരുന്ന് ഇങ്ങനെ കാഴ്ച കാണാം.
അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സ്വസ്ഥമായിട്ട് ഈ കാഴ്ച കാണാൻ പറ്റും. ഞാൻ ആ പാറപ്പുറത്ത് ദേ കുറച്ച് ഇങ്ങോട്ടൊന്ന് കയറി വരാം. ഞാനപ്പോൾ ഇങ്ങോട്ടൊന്ന് കയറി നോക്കിയതാ. ഒരു ഭീകര അന്തരീക്ഷമല്ലേ. അവിടെയൊക്കെ പ്ലാസ്റ്റിക് ഇപ്പോൾ ഇഷ്ടംപോലെ എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് മഴയത്തുനിന്ന് വെള്ളം കൂടുതലുള്ളപ്പോഴേ ഒലിച്ച് വരുന്നതായിരിക്കണം. ഞാനത് അങ്ങോട്ട് കയറണ്ടെന്ന് വിചാരിച്ചതാ. പക്ഷെ ജസ്റ്റ് ഒന്ന് നോക്കാം. അവിടെ ആളുകൾ നിൽക്കുന്നുണ്ടോണ്ട് ഞാൻ നോക്കിയത്. എൻ്റെ അപ്പുറത്ത് ആളുകളെ കാണാം. ഇവിടെ ഒരു ഭീകര അന്തരീക്ഷമാണ്. എനിക്ക് അവിടെ നമ്മൾ ഈ വരുന്ന വഴിക്ക് കുറേ സ്ഥലത്തായിട്ട് ടെൻറ്റ് സ്റ്റേയും ഒക്കെ കണ്ടായിരുന്നു. ഒരു 2-3 സ്ഥലത്ത് കണ്ടു. അപ്പോൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെയും സ്റ്റേ നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ ടൗണിൽ നിന്നൊക്കെ മാറി കുറച്ച് പ്രൈവസിയൊക്കെ ആയിട്ടും കുറച്ചുകൂടി കാമാൻ കോയറ്റായിട്ടുള്ള താല്പര്യമുള്ള ആളുകൾക്കൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ്. വെച്ചാൽ നല്ല വ്യൂവും കിട്ടും. അപ്പം അങ്ങനെയുള്ളവർക്ക് പറ്റിയ സ്റ്റേകളൊക്കെ വരുന്ന വഴിക്കുണ്ട്. നമ്മളാ ജീപ്പിൽ അവിടെ കണ്ട ആളുകളെല്ലാം ഇവിടെ എത്തിയെന്ന് തോന്നുന്നു. കാരണം നല്ല ബഹളം കേൾക്കാം. പഞ്ചമ്മേ ആ വേരുകളിലൊക്കെ ചവിട്ടി ഇറങ്ങാം. സൂക്ഷിച്ച് തിന്നാതെ ഇറങ്ങിയാൽ മതി. കുറച്ച് നമുക്കേ ഫ്രണ്ടിലോട്ട് താഴോട്ട് ഇറങ്ങാം. ഞാനിപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയതാണ്. ഇത് നല്ല പൊളി. എന്താ നമ്മൾ നേരത്തെ നിന്നിരുന്നത് അവിടെയാ. നല്ല വ്യൂ അല്ലേ. ആ മുകളിലായിട്ട് നമ്മൾ നേരത്തെ നിന്നിരുന്നത്. താഴോട്ട് വെള്ളം ഇതിലിങ്ങനെ ഇറങ്ങിപ്പോവും. വെള്ളത്തിൻ്റെ സൗണ്ടാണ് ഞാൻ പറയാൻ പറ്റുന്നത്, കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇതിലേ ഇറങ്ങിപ്പോകുന്നത്. കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ചിലന്തിയാറ് തൊട്ട് നമ്മളെ ഡീവിയേറ്റ് പോയില്ല. ഗാന്ധിജിയുടെ പ്രതിമ ആ നേരെ കാണുന്നതാണ് ഗാന്ധിജിയുടെ പ്രതിമ എന്ന് പറയുന്നത്. നമ്മളിത് ലെഫ്റ്റ് നിന്നാണ് വന്നത്. നമുക്കിനി അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടുന്ന് കറക്റ്റ് പറയുകയാണെങ്കിൽ 2.5 കിലോമീറ്റർ 2-ന് മേളിലുണ്ട്. അപ്പോൾ നമ്മളെ നൂഡിൽസ് കഴിച്ചടുത്തു നിന്ന് ചിലപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു 1.5 കിലോമീറ്റർ കൂടി ഇവിടെ ഈ ഗാന്ധിജിയുടെ പ്രതിമ വരെ കാണുമായിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവിടുന്ന് ഒരു 3-4 കിലോമീറ്ററോളം ഉണ്ട് ചിലന്തിയാർ ഡാമിലേക്ക്. എല്ലാവരും 2 കിലോമീറ്റർ 3 കിലോമീറ്റർ എന്നൊക്കെയാണ് പറഞ്ഞത്. ഒരു കുഴപ്പമില്ല, 1 കിലോമീറ്റർ വ്യത്യാസം. 1 കിലോമീറ്ററിൻ്റെ വ്യത്യാസമല്ല പ്രശ്നം. ഈ റോഡ് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഒരു ഇത് തോന്നത്തില്ല. ഇപ്പോൾ എത്തുമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് പിന്നെയും പോകണം എന്നുള്ളൊരു അതേ ഉള്ളൂ. ഇപ്പോൾ ഈ വഴി നമ്മൾ മുകളിലോട്ട് കയറിയാണ് പോകേണ്ടത്. നമ്മൾ ആ ഗാന്ധിജിയുടെ പ്രതിമയായിട്ട് കുറച്ചുകൂടി വരാൻ നേരത്ത് റോഡ് ഇച്ചിരി മോശമാണ്. പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡുകളുണ്ട്. ഇപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊന്നും വലിയ കുഴപ്പമില്ല. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് മറ്റേതുപോലെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് കുഴപ്പമില്ലാത്ത റോഡുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നല്ല റോഡൊക്കെ ആയിരുന്നു കാണും. ഇത് ശരിയാക്കാഞ്ഞിട്ടായിരിക്കും. ഞാനോർത്തിന് ഇനി വേറെ വല്ല പ്രശ്നം കൊണ്ട് ഇവരിങ്ങനെ റെഡിയാക്കാതിട്ടേക്കുവാണോ, വർഷങ്ങളിൽ ഇങ്ങനെ കിടക്കുന്നതാണോ എന്നൊക്കെ വിചാരിച്ചു. റോഡ് നല്ലതായിരുന്നു. അതവർ ശരിയാക്കാഞ്ഞിട്ട്. ഇത് അവിടുന്ന് വണ്ടി ഓടിച്ച് വരാൻ നേരത്തെ ഇവിടെ എന്തോ ഒരു സംഭവം കണ്ടു ഞാൻ. അവിടെ ഒരു ഞാൻ ജസ്റ്റ് പാസ് ഇച്ചിരി മേലോട്ട് കയറി ഇവിടെ ഒരു സാധനം കണ്ടേ. പക്ഷേ അവിടെ ഗേറ്റ് അടച്ചിട്ടേക്കുക. ഇതിലേ കയറാൻ പറ്റുമോ എന്നറിയില്ല. അത് കണ്ടേ, അതിൻ്റെ അങ്ങോട്ട് കയറാൻ പറ്റുമായിരുന്നെങ്കിൽ അവിടെ നല്ല കിടിലൻ വ്യൂ കിട്ടിയേനെ. പക്ഷേ അവിടെ ഗേറ്റ് അടച്ചിട്ടേക്കുക. പക്ഷെ നമുക്ക് പകരമായിട്ടിത് ഈ ബിൽഡിങ് ഇതെന്തോ വീടോ എന്തോ സംഭവം പണിയുക. ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്കൊരു വ്യൂ ഉണ്ട്. എൻ്റെ അമ്മോ, പൊളി വ്യൂ, ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. ഞാൻ കോട കാണാം നിങ്ങൾക്ക്. ദേ ഈ ഭാഗത്തൊക്കെ കോട. ഇത് നല്ല കിടിലൻ വ്യൂ കേട്ടോ. താഴെ നോക്കിയേ, കൃഷി കണ്ടേ. ഇതറിയാമല്ലോ, ഈ വട്ടവടയിൽ ഇങ്ങനെ കൃഷി ഇങ്ങനെ തട്ടായിരുന്നു. അതെല്ലാം നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് അവിടെയും പിന്നെ അതുകൂടാതെ ഇത് അവിടെയൊക്കെ എന്താ ഭംഗിയല്ലേ. ഇതെന്തായാലും ഭയങ്കര ഭാഗ്യമായി ഇപ്പോൾ ഇത് കാണാൻ പറ്റിയത്. താഴോട്ട് അങ്ങോട്ട് വഴിയുണ്ട്. ഇനി അവിടെ വീടാണ് എന്താണെന്ന് അറിയത്തില്ല. ഇത് സംഭവം കണ്ടിട്ട് ഒരു ഹോം സ്റ്റേ പോലെ വല്ലതും ആയിരുന്നു. കാരണം അവിടെ ആളുകൾക്ക് ഇരിക്കാനുള്ളൊക്കെ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം അവിടെ ഇന്ന് കഴിഞ്ഞാൽ നല്ല പൊളി, ഇവിടെ കിട്ടുന്ന ആ പൊളി വ്യൂ തന്നെ, പക്ഷെ അവിടെ ഇന്നാലും കിട്ടും. അപ്പോൾ അതൊരു ഹോം സ്റ്റേ പോലെ ചെയ്യുകയാണെങ്കിൽ ആളുകൾക്ക് നല്ലൊരു ബിസിനസ് സ്പോട്ടാണത്.
പിന്നെ ഇവിടെ ഒരു കല്ലറയുണ്ട് 1955-2017. ഇതെന്താ സംഭവം എന്നൊന്നും മനസ്സിലായി. ഞാൻ മേളിൽ നിന്ന് ആദ്യം കല്ലറ കണ്ടപ്പോൾ ഞാനതൊരു പള്ളി വല്ലതാണെന്ന് വിചാരിച്ചേ. അപ്പോൾ നമുക്കിത് കയറ്റം കയറി അങ്ങനെ പോകണം. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇത് ആ ഒരു റോഡ് കണ്ട അത് ആ ടൗണിൽ നിന്ന് വരുന്ന റോഡാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ കൊണ്ട് കയറി. കാരണം വെച്ചാൽ ഞാൻ ഇന്നലെ രാത്രിയിലൊക്കെ കണ്ടായിരുന്നു ഈ മുകൾ ഭാഗത്തിലായിട്ട് ലൈറ്റൊക്കെ, ഇവിടെ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ മേളിൽ ജീപ്പൊക്കെ കാണാം, നമുക്ക് അങ്ങോട്ടാണ് പോകണ്ടേ. അപ്പോൾ നോക്കാം. അപ്പോൾ ലൈറ്റൊക്കെ കണ്ട ഈ ഒരു ഏരിയ ആയിരിക്കും തന്നെ അവിടെ ഒരു വീടൊക്കെ കാണണം. അപ്പോൾ ഇതായിരുന്നു കാണണം. നോക്കിയേ, മല ഇത്തിരിയും കൂടെ ഉള്ളു. നമ്മൾ അവിടെ നിന്നൊക്കെ എന്ത് ഉയരത്തിലായിരുന്നു മല. നമ്മളോട് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് കയറിയാൽ മതി. പഴത്തോട്ടം എക്കോലോഗ് ഹൗസ്. ഇതാണ് ഇപ്പം നമ്മൾ കണ്ട ആ കാഴ്ച തന്നെയാണ്. ഇത് കണ്ടില്ലേ, നമ്മൾ നിന്ന ബിൽഡിങ്ങാണ് ഇതോ ആ കാണുന്നത്. കോടയൊക്കെ നല്ലതുപോലെ ഇറങ്ങിയിരിക്കുന്നു. അവിടുന്ന് കണ്ട കാഴ്ച തന്നെയാണ്. ഓ ഇതോ താഴെ നമ്മൾ താഴോട്ട് വഴി കണ്ടെന്ന് പറഞ്ഞില്ലേ, ആ വഴി ഇറങ്ങുന്ന അവിടെയും കൃഷി. അത് ക്യാരറ്റാണെന്നാണ് തോന്നുന്നത്. ഇവിടെ ഉണ്ട് വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ എന്തായാലും ഞാൻ അതേ നേരം നിൽക്കുന്നില്ല, കാരണം നമ്മൾ അവിടുന്ന് കണ്ട കാഴ്ച തന്നെ. പഴത്തോട്ടം എക്കോ പോയിൻ്റ് കഴിഞ്ഞ് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് വരാൻ നേരത്ത് ഇവിടെ കുറേ ഇതൊക്കെ മുറിച്ചിട്ടേക്കുന്നുണ്ട്. ഇത് മറ്റേ കഴ പോലെ, കഴ അതാണെന്ന് തോന്നുന്നു. എന്തോ അതിൻ്റെ അപ്പുറത്തൊരു ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ഫാം ഹൗസ് ഉണ്ട്. അപ്പോൾ അവിടെ റൂമൊക്കെ അവൈലബിൾ ആണ്. അത് നമ്മൾ ബുക്ക് ചെയ്തിട്ട് പറഞ്ഞു. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടി. കാരണം ഫ്രണ്ടിൽ കുറച്ച് പുൽമേട് പോലെയും പ്ലേ ഏരിയ, പിള്ളേർക്കുള്ള പ്ലേ ഏരിയയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് അവരോട് വഴി ചോദിക്കാൻ വേണ്ടി ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഇതിനാ തടി ഇങ്ങനെ മുറിച്ചിട്ട് അതിനെ തോല് ചീന്തി കളഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടേക്കാണ്. ഓക്കെ, ഇതെന്തോ ഫോറസ്റ്റിൻ്റെ സംഭവം ഉണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒള്ളി പ്ലേസും പറഞ്ഞുകൊണ്ട് ലോക്ക് ക്യാബിന് പറഞ്ഞ ബോർഡ് കാണാം. 600 മീറ്റർ മുകളിലോട്ട് പോകണം. അപ്പോൾ എന്നോട് ലോഡ്ജിലെ ചേട്ടൻ പറഞ്ഞായിരുന്നു ഇങ്ങനൊരു സംഭവം. പിന്നെ ഇപ്പോൾ അവിടെ ചോദിച്ചപ്പോഴും പറഞ്ഞു ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തോ സംഭവം ആണെന്ന് തോന്നുന്നു. ഞാൻ മേളിൽ ചെന്നിട്ട് അതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. അതെന്തോ ചേച്ചി അവിടെ റിസോർട്ടാണ്? ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വല്ലതും ആണ്? ഇതും കഴിഞ്ഞ് പോകണം. നമുക്കവിടെ പോയി കാണാൻ പറ്റുമോ? ഞാൻ കയറി വന്ന് അവിടെ ആ വഴിയാണ് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവം കാണിച്ചില്ല. ഇത് കണ്ട ഇതുപോലെ കുറേ റൂമുകളുണ്ട് ഇവിടെ. കുറേ പൂക്കളും പിന്നെ അതുപോലെ അപ്പുറത്ത് എന്തോ പച്ചക്കറി അല്ല ഫ്രൂട്ട്സ് അങ്ങനത്തെ കൃഷി എന്തൊക്കെയുണ്ട്. ഇത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇതിന് ഇവിടെ നിന്ന് നമുക്ക് വട്ടവടയ്ക്കാണ്ട് 10 കിലോമീറ്റർ താഴെ കണ്ടേ ഉള്ളൂ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഭാവിയിൽ എപ്പോഴും ഇവിടെ ഒന്ന് റൂം എടുത്തേക്കുള്ളൊരു ആഗ്രഹം തോന്നി. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ താഴെ ബോർഡ് കണ്ട സ്ഥലം അതാണ്. കൂടാതെ അതിനപ്പുറത്ത് പോയി ഫോറസ്റ്റിൻ്റെ എന്തോ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഓടിച്ച് പോകാൻ കൊണ്ട് ഈ സ്ട്രെയിറ്റ് കാണുന്നതാണ് നമ്മൾ ഈ ഒള്ളി പ്ലേസിൻ്റെ ആ ഒരു സ്റ്റേ ഒക്കെ. അതൊന്ന് തിരക്കണം. ഇനി ഇവരുടെ തന്നെയാണോ താഴെ കണ്ട കോട്ടേഴ്സ് എന്ന് അറിയത്തില്ല. അത് പക്ഷേ നല്ല രസമുണ്ട്. ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇതിലെ നേരെ പോകണമെന്നാണ് പറഞ്ഞത്. ഫോറസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എന്തോ ഉണ്ട്. ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. നമ്മുടെ ആ ലോഡ്ജിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തോ ഫോറസ്റ്റ് നമുക്ക് കയറി കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് മിസ്സാക്കണ്ട. ഹലോ, എൻ്റെ അമ്മേ, ഒരു 3-4 പട്ടികൾ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ കുറച്ച് ഓടിച്ചിങ്ങോട്ട് വരുന്നവർക്ക് ചെറിയൊരു ഫോറസ്റ്റ് പോലെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് വിജനമാണ്. ഒറ്റ മനുഷ്യരല്ലേ, വണ്ടി തിരിക്കാൻ തന്നെ ഞാൻ അത് പാടുപെടുക. അയ്യോ, ആരെങ്കിലും കണ്ടിരുന്നെങ്കിലും ചോദിക്കായിരുന്നു. ഇങ്ങോട്ട് എൻട്രി ഉള്ളതോ ആണോ എന്നൊരു സംശയം. താഴെ ചോദിച്ചപ്പം പോകാമെന്നാണ് പറഞ്ഞത്. ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എൻ്റെ അമ്മ നല്ല ഉഗ്രനൊരു കയറ്റം. ആരെങ്കിലും വല്ല പണിയെടുക്കുന്നവരോ എന്തെങ്കിലും കണ്ടിരുന്നെങ്കിൽ. മരം മുറിക്കുന്ന സൗണ്ട് കേൾക്കാം ഇവിടെ, പക്ഷേ ആളുകളെ ഒന്നും കാണുന്നില്ല. എനിക്കൊന്ന് എന്നോട് ആ ലോഡ്ജിൽ വെച്ചാൽ ചേട്ടൻ പറഞ്ഞാലും തോന്നുന്നു ഇതുപോലെ കയറ്റമുണ്ട് നല്ല. അത് ഇതാണെന്ന് പറഞ്ഞതായിട്ട് എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല. എൻ്റെ അമ്മയെ ഫെൻസിങ് ഒക്കെ എനിക്ക് എവിടെ ഇലക്ട്രിക് ഫെൻസിങ് കണ്ടാലും ഒരു പേടിയാണ്. ഉഗ്രൻ കയറ്റവാ. ഓക്കേ, സംഭവം കൊള്ളാൻ കേട്ടാ. ഓ, ഇവിടെ എത്തിയപ്പോഴത്തേക്കുള്ള വ്യൂ നോക്കിയേ.
ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ പ്രോഗ്രാം. ഇതാണ് നമുക്ക് സാറിനോട് ചോദിച്ചത്. ഇവിടുന്ന് നല്ല അടിപൊളി, നമ്മളിതേ വന്ന വഴി അതാണ്, കിഡിലൻ വ്യൂ ആണ് ഇവിടെ. ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്, പക്ഷേ നമ്മളിവിടെ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രക്കിങ്ങിന് പോകാം. അതായത് 2 ടൈപ്പ് ട്രക്കിംഗ് ഉണ്ട്. ഒന്ന് ഇതിലിങ്ങനെ ഫുള്ള് ഇങ്ങനെ കറങ്ങാം, ഒരു 2-3 കിലോമീറ്റർ അങ്ങാണ്ട്, അല്ല 2 കിലോമീറ്റർ അങ്ങാണ്ട്, എന്തായാലും കുറച്ച്, എത്രയാണ് ഞാൻ ഓർക്കുന്നത്, എത്ര പറഞ്ഞു, കുറച്ച് തന്നെ കറങ്ങാം. അതിന് 300 രൂപയാണ്. പിന്നെ ഇത് ആ ഭാഗത്തായിട്ട്, അതവിടെ ഇവിടുത്തെ പണിക്കാരാണ് നിൽക്കുന്നത്, ആ ഭാഗത്തായിട്ട് പോയി കഴിഞ്ഞാൽ 100 രൂപ. എന്ന് വെച്ചാൽ അവിടെ വട്ടവിടെ കാണാൻ പറ്റും, ഒരു വ്യൂ പോയിൻ്റാണ് ഇവിടെ. പിന്നെ ഇവിടെ സ്റ്റേ ഉണ്ട്. ഇതൊരു ഫ്രെയിം, ഇതൊരു ട്രീ ഹൗസ്, അപ്പുറത്തൊരു ജംഗിൾ ടെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇതിനെല്ലാത്തിനും 3000 രൂപയാണ്. അവിടെ 2 ഉണ്ട്, ഒരു റൂമിന് 3000 വെച്ചിട്ട്. പിന്നെ ഇതിന് വീക്കെൻഡിൽ 5000 ആണ്. നല്ല അടിപൊളി വ്യൂ ആണ്, നല്ല പച്ചപ്പൊക്കെയാണ്. ഇവിടെ മരങ്ങളെല്ലാം മുറിച്ചതാണ്, കണ്ടില്ലേ. പിന്നെ ഞാൻ ചോദിച്ചാൽ ആന ഫെൻസിങ് കണ്ടപ്പോൾ ആന ഇറങ്ങുന്നതെന്ന് വെച്ചാൽ പറഞ്ഞു, കഴിഞ്ഞ മാസം കൊണ്ട് അവിടെ ഒരു 3 ആന വന്നായിരുന്നു. അതല്ലാതെ അങ്ങനെ ഇങ്ങോട്ടൊന്നും ആന പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ആ 100 രൂപയുടെ ട്രക്കിങ് എടുക്കാമെന്ന പ്ലാനിലായിരുന്നു വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് വട്ടവടയുടെ ഇതാണ്, പിന്നെ 300 രൂപയ്ക്ക് മൊത്തം ഇങ്ങനെ കറങ്ങാൻ. പക്ഷേ അത് ഇപ്പോൾ എടുത്തിട്ട് കാര്യമില്ലെന്ന് അവർ പറഞ്ഞത്. എടുത്തിട്ട് കാര്യമില്ലെന്നല്ലേ, അപ്പോൾ അതേ കോട ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയാലും വ്യൂസ് ഒന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇത് ബുക്ക് ചെയ്യേണ്ടവർ, ഇതിൻ്റെ പറയുന്നത് പഴത്തോട്ടം എക്കോ പോയിൻ്റ്. അപ്പോൾ അത് നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നമ്മൾ ഈ ഇതൊക്കെ ബുക്ക് ചെയ്യത്തില്ലേ, ആ സൈറ്റിൽ തന്നെ നോക്കിയാൽ മതി, ബുക്ക് ചെയ്തിട്ട് വരാം. പിന്നെ ഇങ്ങോട്ട് പ്രൈവറ്റ് വെഹിക്കിൾസ് കയറത്തില്ല, ഞാൻ വന്ന വഴി കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇവർ അറേഞ്ച് ചെയ്ത് തരും, ഇവരുടെ തന്നെ വണ്ടിയല്ല, അറേഞ്ച് ചെയ്ത് തരുമെന്ന് പറഞ്ഞു. നോക്കിയത് കോടയൊക്കെ ഇറങ്ങിയുണ്ട്. ഇതെന്തായാലും വന്നത് നല്ലൊരു കാഴ്ചയാണ്. നമുക്കിത് തിരിച്ചു പോകുമ്പോൾ ആ ഉള്ളി പ്ലേസിൻ്റെ അതിൻ്റെ കൂടെ അതും എനിക്കിഷ്ടപ്പെട്ട്. ഇത് ഭാവിയിൽ എപ്പോഴെങ്കിലും ബുക്ക് ചെയ്യണം തോന്നണം, ഇതിൽ ഏത് ബുക്ക് ചെയ്യണമെന്നൊരു കൺഫ്യൂഷൻ. അത് ചിക്കനോ ബീൻസോ ഒക്കെ കാണും. ബീഫ് വേണമെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ 250 രൂപ, അതാണല്ലേ. പിന്നെ അല്ലാതെ അഡീഷണൽ നമുക്ക് വേറെ ബാർബിക്യൂ, ചിക്കൻ സോസേജ് അങ്ങനെയുള്ള എല്ലാം അഡീഷണൽ ചാർജ് വരും. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് 3 റൂം. ഇതിപ്പോൾ 2 ഉണ്ട്. 3 നിങ്ങൾ ഒന്നിച്ച് ഒരു 15 പേർക്ക് എടുക്കുവാണെങ്കിൽ ഇച്ചിരി പറയും. ഇല്ലെങ്കിൽ 7500 രൂപ. 5 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് 7500. അതെ, ഒരു റൂമിൽ 5 6 പേര് വരെ. അതെ. ഇതിലിപ്പോൾ ബുക്ക് ചെയ്യണമെങ്കിൽ, നമ്മളിപ്പോൾ ബുക്ക് ചെയ്യണമെങ്കിൽ എന്താ, ഇത് ഒള്ളി പ്ലേസസ് സൈറ്റ് ഉണ്ട്, താഴെ നമ്മുടെ ബോർഡിൽ നമ്പറുണ്ട്, വിളിച്ചാൽ മതി. ആ ഓക്കെ. അഡ്വാൻസ് അടയ്ക്കണമല്ലേ? ഓക്കെ. ഇതിപ്പം ഈ ഫ്രെയിമിന് ഇതിന് 8500 രൂപ, 4 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന 3 റൂം പോലുണ്ട്. അപ്പോൾ അതിന് 7500 രൂപ. പക്ഷേ ഫുഡൊന്നും ഇൻക്ലൂഡഡ് അല്ല. ഫുഡെന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറിനൊക്കെ 10, 200, 250 രൂപ വെച്ചൊക്കെ ആകും എന്ന് പറഞ്ഞു. ഇത് സ്റ്റേ മാത്രം 7500, മുകളിലത്തെ താഴെ ഫ്രെയിമിന് 8500. ഒരു സംഭവം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഒരു ഫോറിൻ കൺട്രീസിലെ, ഇപ്പോൾ UK ഉള്ള ചില കൺട്രീസിലുള്ള വീടുകളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു മുകളിലത്തെ അത് കാണാൻ. പിന്നെ ഈ താഴെ നമ്മൾ ആദ്യം കയറി വന്നപ്പോൾ കണ്ട ഈ കോട്ടേഴ്സിന് അത് ഒരു വീട് പോലെ കിട്ടും. അതിനും ഏകദേശം 7500 ആണ്. അത് ഇവരുടെ അല്ല, ഇവരുടെ ബന്ധുവാണെന്നാണ് പറഞ്ഞത്. അത് അവിടെ പണിക്കുന്ന ചേട്ടനാണ്. ഇതും ഇങ്ങനെ നമുക്ക് കിട്ടും. ഇതിനും ഏകദേശം ആ സെയിം റേറ്റ് തന്നെയാണ്, 7500 തന്നെ വരും, ഏകദേശം ആ റേഞ്ച് തന്നെ വരും. ഇതും കൊള്ളാൻ കേട്ടോ. ഇത് 7500 വർത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ സീനറിയും ആ ലാൻഡ്സ്കേപ്പും എല്ലാം, അതിൻ്റെ ചുറ്റും നല്ല പൂക്കളും ഒക്കെ ആയിട്ടൊക്കെ നല്ലൊരു, അത് ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു ഇതുപോലെ തോന്നും നമുക്ക്. കൊള്ളാം. പക്ഷെ മറ്റേ പാക്കേജിൽ ഫുഡും കൂടി ഇൻക്ലൂഡ് അല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇത് സാധാരണ ഏത് പാക്കേജിലാണെങ്കിലും ഇൻക്ലൂഡിങ്
അറ്റ്ലീസ്റ്റ് ഡിന്നറോ എന്തെങ്കിലും കാണില്ല, അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എങ്കിലും കാണില്ല. പക്ഷേ അവിടെ എല്ലാം സെപ്പറേറ്റ് ആണ്. പിന്നെ അതിനോട് ബാർബിക്യൂ ഒക്കെ വെക്കുന്നതിന് അതിനും എക്സ്ട്രാ ക്യാഷ് വരും. അഡ്വാൻസ് 2500 കൊടുത്തിട്ട് ആണെങ്കിൽ അഡ്വാൻസ് 2500 കൊടുത്ത് വേണം ഇത് ബുക്ക് ചെയ്യാൻ. പക്ഷേ സംഭവം കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതനുസരിച്ചുള്ള ചിലവ് വരുമായിരിക്കുമല്ലോ. ഓക്കെ, അത് ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. ഒള്ളി പ്ലേസ്, ഞാനതിൽ ആ നമ്പറിൻ്റെ ആ ബോർഡ് ഒന്ന് കാണിക്കാം. താല്പര്യമുള്ളവർ വേണമെങ്കിലൊന്ന് നോക്കാവുന്നതാണ്. ഇവിടെ വന്നപ്പോൾ ഒരു കൺഫ്യൂഷൻ ആയപ്പോൾ വെച്ചാൽ ഇതും ഇഷ്ടപ്പെട്ട്, മുകളിലത്തെ ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഇഷ്ടപ്പെട്ടു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആകുമ്പോൾ കുറച്ചൊരു നല്ല വ്യൂസ് ഉണ്ട് കേട്ടോ. ആ ഒരു പച്ചപ്പൊക്കെ കാണാനൊക്കെ നല്ലൊരു ഭംഗിയുണ്ട്. ഇതാണ് കേട്ടോ, അതേ ഒള്ളി പ്ലേസിൻ്റെ കോൺടാക്ട് നമ്പർ അവിടെ ഉണ്ട്. പിന്നെ ഇത് നമ്മൾ നേരത്തെ പോയ പഴത്തോട്ടം എക്കോ ലോഗ് ഹൗസ്, പനിതേ QR അവിടെ ഉണ്ട്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇതാണ് നമ്മൾ മുകളിലേക്ക് പോയി കണ്ട 3 സ്റ്റേ ഒക്കെ. അപ്പോൾ ഇത് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ആ വഴിയാണ് വന്നത്, വട്ടവടയിൽ അങ്ങനെ കയറി നമുക്ക് പോകേണ്ടത് ഈ വഴിയാണ് വട്ടവടയ്ക്ക്. പക്ഷേ എനിക്കത് ഇവിടെ തൊട്ട് വരുന്നവർ ഈ വഴി വരുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ നിന്ന് അധികം ദൂരം വട്ടവടയ്ക്കില്ല. അപ്പോൾ നമ്മൾ ആ വഴി അത്രയും റിസ്ക് എടുത്ത് വരേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഏകദേശം ടൗൺ എത്താറായി. ഇവിടുന്ന് 2-3 കിലോമീറ്റർ താഴോട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വാട്ടർഫോൾസിന് ബോർഡ് ഉണ്ട്. അപ്പോൾ നിർത്തി നോക്കിയപ്പോഴാണ് വട്ടവട വാട്ടർഫോൾസ്. അപ്പോൾ ഇവിടുന്ന് താഴോട്ടൊരു 100 മീറ്ററോളം നടക്കാനുണ്ട്. അപ്പോൾ ഇവിടെ വേണ്ട, നമുക്കിങ്ങനെ ക്രോസ് ചെയ്യാം. ഇത് കണ്ട ഒരു വെള്ളം ഒഴുകി വരുന്ന ചാല് പോലെ. ഇവിടുന്ന് അങ്ങോട്ടൊരു 100 മീറ്റർ നടക്കാണ്ടെന്നാണ് മോളി പറഞ്ഞത്. ഇവിടെ ജനറേറ്റർ ഓൺ ചെയ്തേക്കുന്ന പറഞ്ഞേ സൗണ്ട് നല്ല. ഇവിടെ നമുക്ക് കാണാം ഇത് നമ്മുടെ ടൗണൊക്കെ. നോക്കട്ടെ അങ്ങോട്ട് നടന്നു നിന്നിട്ട്. വാട്ടർഫോൾസ് എത്താറായെന്ന് തോന്നുന്നു, കാരണം സൗണ്ട് നല്ലതുപോലെ കേൾക്കാം. അതേ ഫുള്ള് ഇതുപോലൊരു വഴിയാണ് നടക്കാനുള്ളത്. ഈ സൈഡിൽ കൂടി ചേർന്ന് ഇങ്ങനെ നടന്നാൽ മതി. വാവ്, ആഹാ, അത് നോക്കി, സൂപ്പർ അല്ലേ? ഓ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത് കൊള്ളാം. ചേട്ടാ എത്തി വാട്ടർഫോൾസ്. ഇതിലിങ്ങോട്ട് ഒഴുകി പോകുന്നതാണ് ആ ചാലിൽ. പിന്നെ അതേ അങ്ങോട്ടും താഴോട്ട് ഒഴുകി പോകുന്നുണ്ട്. പക്ഷേ ഇത് പൊളി കേട്ടോ. ഞാനൊരു ഇത്രയും ഒരു അടിപൊളിയായിട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓഹോ, കൊള്ളാമല്ലേ? സൂപ്പർ. നമുക്ക് ഇങ്ങോട്ടൊക്കെ ഇറങ്ങി നിൽക്കാം. വെള്ളം ഇങ്ങോട്ട് വരാനുള്ള അത്രയും വെള്ളം ഇല്ല. ഇവിടെയാണെങ്കിൽ ആളുകൾക്ക് ഇറങ്ങി നിന്ന് കുളിക്കാനൊക്കെ പറ്റും. നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ ചെറിയൊരു ഇതാണ്. അപ്പോൾ വെള്ളമില്ലാത്ത സമയത്ത് ഇറങ്ങി കുളിക്കാം. അങ്ങോട്ടൊന്നും കയറാൻ നോക്കിയത്, പക്ഷേ അങ്ങോട്ട് പിടിച്ചൊക്കെ കയറാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ചിലവരുണ്ടല്ലോ അങ്ങനെയൊക്കെ റിസ്ക് എടുത്ത് ചെയ്യുന്നവർ. അങ്ങനൊന്നും റിസ്ക് എടുത്ത് ചെയ്യാതിരിക്കുക. പക്ഷേ നല്ല അടിപൊളി വെള്ളച്ചാട്ടം കേട്ടോ. അങ്ങനെ ഞാൻ മലയെല്ലാം കറങ്ങിയതേ വട്ടവട ടൗണിലെത്തിയിട്ട് ഇപ്പോൾ മൂന്നാറിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ താഴെ എത്തിയപ്പോഴത്തേക്കും ബാറ്ററിയുടെ ചാർജൊക്കെ തീർന്നു. ഞാൻ ഒരു കടയിൽ ഊണ് കഴിക്കാൻ കയറിയപ്പോഴത്തേക്ക് ഫോണൊന്ന് കുറച്ച് നേരം കുത്തിയിട്ട് ചാർജ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നത്. ഞാനിപ്പം കറക്റ്റ് നമ്മുടെ വട്ടവടയിലേക്ക് എൻ്റർ ചെയ്തില്ല, ആ ഒരു ചെക്ക് പോസ്റ്റ് അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതേ നോക്കിയേ, കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നല്ലപോലെ. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ മൂന്നാർ എത്തണം. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. അതായത് നമ്മളിപ്പോൾ വട്ടവട എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവർ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒന്ന് ടൗണിൽ ചെന്നിട്ട് നേരെ പോയി കഴിഞ്ഞാൽ സ്ട്രോബെറി ഫാം, പിന്നെ ചിലന്തിയാർ വാട്ടർഫോൾസ്, പഴത്തോട്ട വ്യൂ പോയിൻറ്റ്, അങ്ങനെ നേരെ പോയി കറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വട്ടവട ടൗണിൽ നമ്മൾ മൂന്നാറിന് മുമ്പ് വട്ടവട ടൗണിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു ലെഫ്റ്റിലോട്ടൊരു വഴിയുണ്ടാവും. ആ വഴി വന്ന് നമുക്ക് ഈ മലയെല്ലാം കറങ്ങി വന്ന് ഇറങ്ങാൻ പറ്റും. അപ്പം നമുക്ക് അവിടെ നേരെ മൂന്നാറിലേക്ക് പോകാം. വട്ടവട എക്സ്പ്ലോർ ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം ജീപ്പ് തന്നെ ഹയർ ചെയ്ത് പോകുന്നതാണ് നല്ലത്. പിന്നെ ചിലവർക്ക് ആഗ്രഹമുണ്ടോ സ്വന്തം വണ്ടിയിൽ തന്നെ കറങ്ങണമെന്നുള്ളത്. ഇപ്പം ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത വണ്ടിയുള്ളവരാണെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുന്നത് നല്ലത്. കാരണം നല്ല ഓഫ് റോഡൊക്കെയാണ്. അപ്പോൾ സ്വന്തം വണ്ടി ഇട്ട് പോകാൻ താല്പര്യമുള്ളവർ ഒരു കാര്യം, ചിലന്തിയാർ വാട്ടർഫോൾസ് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പണി, നമ്മൾ വട്ടവട ടൗൺ എത്തുമ്പോൾ ലെഫ്റ്റിലോട്ട് റോഡുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൽ കറങ്ങി വന്ന് കയറുന്ന സ്ഥലം, ആ ലെഫ്റ്റിലോട്ട് കയറി പോകുമെങ്കിൽ നമുക്ക് പഴത്തോട്ടം വ്യൂ പോയിൻ്റ് വരെ പോകാം. അങ്ങോട്ട് പോകുന്ന വഴിക്ക് റോഡ് ഇച്ചിരി മോശമാണെങ്കിലും മറ്റേ സൈഡിനേക്കാളും ബെറ്ററാണ്. പിന്നെ നമുക്ക് സ്വന്തം വണ്ടിയിൽ അവിടം വരെയൊക്കെ പോകാം. അപ്പോൾ അവിടം വരെ പോയിട്ട് നമുക്ക് നേരെ
തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ മിസ്സാകുന്ന വെച്ച് കഴിഞ്ഞാൽ സ്ട്രോബെറി ഫാമും ചിലന്തിയാർ വാട്ടർഫാൾസും ആണ്. അതിൽ സ്ട്രോബെറി ഫാം നമ്മൾ അവിടുത്തെ കണ്ടില്ലെങ്കിലും വേറെ ഇഷ്ടംപോലെ ഒരുപാട് വേറെ സ്ഥലത്തൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ബോധരയുണ്ട്. പിന്നെ ബൈക്കിൽ വരുന്നവരാണെങ്കിൽ 2 പേരുണ്ടെങ്കിൽ പോകാതിരിക്കുന്നത് നല്ലത്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങേണ്ടി വരും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും. ഒരാളായിട്ട് തന്നെ ആണെങ്കിൽ നമുക്കൊന്ന് ഒറ്റയ്ക്കൊന്ന് കറങ്ങാം. അത് ഓഫ് റോഡൊക്കെ ഓടിക്കാൻ താല്പര്യമുള്ളവരും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഒരുപാട് സ്ഥലത്ത് ഈ ഉരുളം കല്ലൊക്കെ ഉണ്ട്, അപ്പം തെന്നി വീഴാൻ ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കാറിലുള്ളവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ചിലന്തിയാർ വാട്ടർഫാൾസ് സ്കിപ്പ് ചെയ്തിട്ട് ഇപ്പുറത്തൂടി കയറിയിട്ട് പഴത്തോട്ടം വ്യൂ പോയിൻ്റ് പോയിട്ട് തിരിച്ചിറങ്ങാവുന്നതാണ്. ബൈക്കിനുള്ളവരും ഇതേ ട്രൈ ചെയ്യുന്നതാണ്. പിന്നെ ഫുള്ള് കറങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഫുള്ളൊന്ന് കറങ്ങാം. ഇല്ലെങ്കിൽ ജീപ്പ് തന്നെ ഹയർ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.